ഹലോ ഹായ് നമസ്കാരം. KL39 മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കക്കനക്കോട്ട് സഫാരി സെൻറ്ററിലാണ്. നാഗർഹോളെ ടൈഗർ റിസർവിൻ്റെ കബനി ഭാഗത്തുള്ള ഒരു പ്രധാനമായിട്ടുള്ളൊരു എൻട്രൻസ് ഗേറ്റാണിത്. ഇത് അന്തരാസന്തെ അല്ലെങ്കിൽ ദമ്മനക്കാട്ടെ ഗേറ്റ് എന്നൊക്കെ ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ മൈസൂരിൽ നിന്നും ഏകദേശം ഒരു 70 അല്ലെങ്കിൽ 80 കിലോമീറ്റർ അകലെ HD കോട്ട താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ ഇവിടേക്ക് എളുപ്പത്തിൽ നമുക്ക് എത്താൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് 2 രീതിയിലുള്ള സഫാരികളുണ്ട്. ബസ് സഫാരിയും അതുപോലെ തന്നെ ജീപ്പ് സഫാരിയും ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് കാട് കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ് സഫാരി നല്ലൊരു ഓപ്ഷനാണ്. നമ്മളെന്തായാലും ബസ് സഫാരിക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബസ്സിലേക്ക് കയറാം. പൊതുവേ ആളുകൾ പറയും കബനി നമ്മളെ നിരാശപ്പെടുത്തില്ല എന്നല്ലേ. അപ്പോൾ ഇത്തവണ കബനി നമ്മളെ നിരാശപ്പെടുത്തുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയേ കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ ബസ് എടുത്തു കേട്ടോ. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളിരിക്കുന്നത്. കാരണം സഫാരിക്ക് വരുന്ന ഏതൊരാളുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ബിഗ് ക്യാറ്റ്സിനൊക്കെ ഒന്ന് കാണുക എന്നുള്ളത് തന്നെയാണല്ലേ. കാര്യം ഈ സമയത്ത് കാട് അത്ര വലിയ ഭംഗിയില്ല. കാരണം വേനൽ സമയമാണ്, അതുകൊണ്ട് കാട് അത്ര വലിയ പച്ചപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നല്ല രീതിയിലുള്ള സൈറ്റിങ് കിട്ടണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് മുന്നിലേക്ക് വരുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളതല്ലേ. ഇപ്പം നമ്മുടെ ഈ ഒരു കക്കനക്കോട്ടെ സഫാരി സെൻറ്ററിൽ ടിക്കറ്റുകൾ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ സഫാരി തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സ്ഥിരം കാണാൻ കിട്ടാറുള്ള കുറച്ച് പേരുണ്ടല്ലോ, നമ്മുടെ സ്പോട്ടഡ് ഡിയേഴ്സ്, നമ്മുടെ പുള്ളിമാനുകൾ, പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാരണ കുരങ്ങന്മാർ. ഇവരൊക്കെ എത്ര കണ്ടെന്ന് പറഞ്ഞാലും ഈ കുഞ്ഞു കുരങ്ങന്മാരുടെയൊക്കെ കളികൾ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണല്ലേ. പിന്നെ നമുക്ക് സ്ഥിരം നമ്മുടെ ഒരു ആളാണ് നമ്മുടെ ഹനുമാൻ ലിംഗൂർ. അതുപോലെ നമ്മുടെ സഫാരിക്കിടെ കണ്ട മറ്റൊരു രസകരമായ കാഴ്ചയാണ് കേട്ടോ, കുരങ്ങുകൾ പേൻ നോക്കുന്നൊരു കാഴ്ച. ഒരാൾ കാര്യമായിട്ട് നോക്കുകയാണ്, മറ്റേയാൾ അതുപോലെ ഇരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു വാട്ടർ ബോട്ടിയുടെ ഭാഗത്തെത്തിയിട്ടോ. അവിടെ കണ്ടൊരു കാഴ്ചയാണ് ഇത്. ഇന്ത്യൻ ബ്ലാക്ക് ടർട്ടിൽസ് ആണ്. ഇവരിങ്ങനെ കൂട്ടായിട്ടിരിക്കുന്നത് വെയിൽ കായാൻ വേണ്ടിയിട്ടാണ്, അതായത് ബാസ്കിങ്. ഇപ്പോൾ ആമകൾ ശീതരക്തമുള്ള ജീവികളാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്താനും ദഹനം സുഗമമാക്കാനൊക്കെ അവയ്ക്ക് വെയിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടമായിട്ട് ഇവരിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ അടുത്തൊരു കാഴ്ച എന്ന് പറയുന്നത് ഒരു സാമ്പാടിയർ ഇന്ന് വെള്ളം കുടിക്കുകയാണ്. അത്യാവശ്യം വലിയൊരു സാമ്പാടിയറാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയ സ്പോട്ടഡ് ഡിയർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വനത്തിനുള്ളിലെ ചെറിയ ചെറിയ വാട്ടർ ബോഡികളിലും പിന്നെ നദിക്കരയിലും ഒക്കെ നമുക്ക് ധാരാളമായിട്ട് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇന്ത്യൻ റോളർ എന്ന് പറഞ്ഞ പക്ഷി. ഇതിന് മലയാളത്തിൽ പനങ്കാക്കാന്നും പിന്നെ നീലകണ്ഠൻ എന്നൊക്കെയുള്ള പേരിൽ ഇത് അറിയപ്പെടാറുണ്ട്. കർണാടക, ഒഡീഷ, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളുടെയൊക്കെ ഔദ്യോഗിക സംസ്ഥാന പക്ഷിയും കൂടിയാണ് കേട്ടോ ഇത്. വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുത്ത് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കണതിൻ്റെ കാര്യം എന്തെന്ന് മനസ്സിലായോ? അങ്ങ് ദൂരെ ഒരു വാട്ടർ ബോഡി ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്ന കാഴ്ച ഒരാന കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു കാഴ്ചയായിരുന്നു. പിന്നെ 1 ആയി 2 ആയി 3 ആയി അങ്ങനെ ഓരോ ആനകളും കാടിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഈ ആനക്കൂട്ടങ്ങളുടെ വെള്ളം കുടി എന്ന് പറയുന്നത് അതൊരു രസകരമായ കാഴ്ച തന്നെയാണല്ലേ. ഒരു ആനയ്ക്ക് ഒരേ സമയം ഏകദേശം 8 മുതൽ 10 ലിറ്റർ വെള്ളം വരെ തുമ്പിക്കയിൽ എടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെയാണ് കണക്കുകളൊക്കെ പറയുന്നത്. ഇതവർ നേരിട്ട് തൊണ്ടയിലേക്ക് ഒഴിച്ചാണ് കുടിക്കുന്നത്. നമുക്കത് ഈ വിഷ്വലിൽ കണ്ടാൽ തന്നെ മനസ്സിലാവൂല്ലേ. ഇപ്പോൾ കബനിയിലൊക്കെ ഉൾവനങ്ങളിലുള്ള വെള്ളമൊക്കെ വറ്റുമ്പോൾ വനപാലകർ ആനകൾക്ക് വേണ്ടിയിട്ട് കൃത്രിമ ജലസ്രോതസ്സുകളൊക്കെ ഒരുക്കാറുണ്ട്. എന്നാൽ പോലും വലിയ ആനക്കൂട്ടങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും നദിയിലേക്കാണ് പോവുക. ഇപ്പോൾ 3 ആനകൾ ഓൾറെഡി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ാമൻ്റെ കാടിനുള്ളിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. ഇപ്പോൾ ഈ ആനകളൊക്കെ കുട്ടിയാനകളായിരിക്കണ സമയമുണ്ടല്ലോ, അത് ജനിച്ച് മാസങ്ങൾ മാത്രം പ്രായമുള്ള സമയത്ത് തുടക്കത്തിലൊക്കെ തുമ്പിക്കയും കൊണ്ട് ഇവർക്ക് വെള്ളം കുടിക്കാനായിട്ട് അറിയില്ല. അപ്പോൾ അവർ മുട്ടുകുത്തി നിന്നിട്ട് വായ കൊണ്ട് നേരിട്ട് വെള്ളം കുടിക്കുന്നത് കാണാൻ പറ്റും. അത് ശരിക്കും ഒരു രസകരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് അവർ തുമ്പിക്കയൊക്കെ ഉപയോഗിക്കാനായിട്ട് പഠിക്കുക. പിന്നെ ഈ ആനക്കൂട്ടങ്ങളുടെ ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇവർ വെള്ളം കുടിക്കുമ്പം ഭയങ്കരമായിട്ടും അലേർട്ടായിരിക്കും. ഇപ്പോൾ സാധാരണയായിട്ട് മുതിർന്ന പിടിയാനകളൊക്കെ ചുറ്റും കാവൽ നിൽക്കുകയും അതുപോലെ ബാക്കിയുള്ളവർ വെള്ളം കുടിക്കുകയും ചെയ്യുകയാണ് അവർ പൊതുവെ ചെയ്യാറുള്ളത്. എനിക്ക് ഈ കാഴ്ച കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള ആനക്കുളം ഉണ്ടല്ലോ, ആനക്കുളത്തെ ആനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്നൊരു സീനാണ് ശരിക്കും ഓർമ്മ വരുന്നത്.
ശരിക്കും ഇത്ര നേരം കിട്ടിയ കാഴ്ച അത് നമുക്ക് മാത്രം കിട്ടിയ ഒരു റെയർ കാഴ്ചയായിരുന്നു കേട്ടോ. ഇപ്പം പെട്ടെന്ന് ആനകൾ വെള്ളം കൂടി നിർത്തി പരിഭ്രാന്തരായിട്ട് നിൽക്കുന്ന ഒരു സീനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുറേ സഫാരി വണ്ടികൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തുകയാണ് ചെയ്തത്, ഇവിടെ ആനകളുണ്ടെന്ന് അറിഞ്ഞിട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ആനകൾ ഭയങ്കര അലേർട്ടായിരിക്കും, പ്രത്യേകിച്ച് ഈ വെള്ളം കുടിക്കുന്ന സമയത്ത്. അപ്പോൾ ചെറുതായിട്ടല്ല, അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിയുടെ സൗണ്ട്, അതായത് 2-3 സഫാരി വണ്ടികൾ വേറെ ഉണ്ടായിരുന്നു, ജീപ്പുകളൊക്കെ. അപ്പോൾ അതെല്ലാം കൂടി അങ്ങ് വരുന്ന സൗണ്ട് കേട്ടിട്ടായിരിക്കാം അവർ പെട്ടെന്ന് പേടിച്ച് പരിഭ്രാന്തരായിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടാവുക. അങ്ങനെ അപൂർവമായിട്ട് കിട്ടിയ ഈ ഒരു കാഴ്ച, അതും ഈ ഒരു ബസ് സഫാരിയിൽ നമുക്ക് കാണാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഇനിയാണ് മക്കളെ സീൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലെപ്പേഡിനെ നേരിട്ട് കാണുന്നത്. അതും ലെപ്പേഡ് എവിടെയെങ്കിലും ഇരിക്കുന്ന സീനൊന്നും അല്ല കേട്ടോ. ലെപ്പേഡ് എന്തിനെയോ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇവരാദ്യം, അതായത് വണ്ടിയിലെ സ്റ്റാഫ് ആദ്യം ലെപ്പേഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ലെപ്പേഡിനെ ആദ്യം കണ്ടില്ല. കാരണം ഈ ഒരു കാടിൻ്റെ ഒരു കളറും പിന്നെ ലെപ്പേഡിൻ്റെ കളറും ഒക്കെ ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഇതിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇതുവരെയുള്ള കാടിൻ്റെ ആംബിയൻസ് അല്ല ഇപ്പോൾ ഉള്ളത്. ഒരു പ്രഡേറ്റർ വരുന്ന സമയത്തുള്ള ആ കാടിൻ്റെ ആംബിയൻസ് നിങ്ങൾ നേരിട്ട് തന്നെ കേട്ട് നോക്കൂട്ടോ. ശരിക്കും ഈ ഒരു ലെപ്പേഡിൻ്റെ കാഴ്ച നമ്മൾ ഈ ഒരു ബസ് സഫാരിക്കാർക്ക് മാത്രം കിട്ടിയ ഒരു അപൂർവ കാഴ്ചയാണ് കേട്ടോ. മറ്റു വണ്ടികളൊക്കെ വരുന്ന സമയം കൊണ്ട് ലെപ്പേഡ് കാടിനുള്ളിലേക്ക് കയറി പോവുകയാണ് ചെയ്തത്. അവർക്ക് ജസ്റ്റ് അലാം കോൾ കേൾക്കാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് കാടിനെ അടുത്തറിയാനായിട്ട് നമ്മുടെ ഈ ബസ് സഫാരി എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അഡ്വാൻറ്റേജ് ഉള്ള പോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഒരു കാഴ്ച കാണുമ്പോഴത്തേനും ആളുകളെല്ലാം കൂടി ഒരുമിച്ചൊരു ഭാഗത്തേക്ക് വന്ന് തിക്കും തിരക്കും ബഹളവും ഒക്കെയായി അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് നേരെ വിഷ്വൽ എടുക്കാനും പറ്റില്ല. പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരും ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് വന്നിട്ടുള്ളവരാണ്. അങ്ങനെ അടുത്തൊരു കൂട്ടത്തിന് നമുക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും റെസ്റ്റ് എടുക്കാൻ തോന്നുന്നു. കാട്ടിയെന്നും കാട്ടുപോത്തെന്നും ഒക്കെ വിളിക്കുന്ന ഇന്ത്യൻ ഗൗർ കുഞ്ഞുങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കൂട്ടമാണ് കേട്ടോ ഇത്. എന്തായാലും അവരെല്ലാം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ വളരെ സമാധാനമായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് കിട്ടിയ രസകരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയുണ്ട്. നമ്മൾ ഈ കുട്ടി ആനകളെയൊക്കെ കാണാനായിട്ട് അതൊരു പ്രത്യേക ചന്തല്ലേ, അവരുടെ ആ കുസൃതിയും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നൂല്ലേ. ഈ കുട്ടിയാനകളെ പോലെ തന്നെയാണ് ഈ കാട്ടികളുടെ കുട്ടികളും. അതും വളരെ കുറുമ്പന്മാരാണ്. ഈ മുതിർന്ന കാട്ടിയുടെ കൊമ്പുകൾക്കിടയിൽ തലയിട്ടും മുട്ടിയും ഒക്കെ കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ബാക്കി എല്ലാവരും വെറുതെ അവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഇവരുടെ ഈ കാഴ്ച എന്ന് പറയുന്നത്. സാധാരണയായിട്ട് വലിയ കാട്ടി ഒരു പക്ഷേ അതിൻ്റെ അമ്മയായിരിക്കാം. ഇപ്പോൾ കാട്ടിയുടെ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പം ഒരു ഇളം തവിട്ട് നിറം അല്ലെങ്കിൽ സ്വർണ്ണ നിറമൊക്കെ ആയിരിക്കും. പിന്നെ അവർ വളരും തോറുമാണ് അവരുടെ നിറം കറുപ്പായിട്ട് വരിക കേട്ടോ. ഇപ്പം മുതിർന്ന കാട്ടികൾ തങ്ങളുടെ തല താഴ്ത്തി കൊടുത്ത് കുഞ്ഞിനെ കളിക്കാൻ അനുവദിക്കുന്നത് തന്നെ അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ അടയാളമാണ്. ശരിക്കും ആ കുഞ്ഞ് കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടതെങ്കിലും അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കാട്ടിലെ മറ്റു വേട്ടക്കാരായിട്ടുള്ള പുലിയോ കടുവയോ ഒക്കെ അടുത്തു വരാൻ മടിക്കുന്ന ഒരിടമാണ് ഈ കാട്ടുകളുടെ കൊമ്പെന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഈ വലിയ കാട്ടിയുടെ കൊമ്പുകൾക്കിടയിൽ കളിക്കുന്നത് ശരിക്കും ആ കുട്ടിക്ക് അത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടമായതുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ. എന്തായാലും ആ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പതിയെ പോരുവാണേ. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ ഒരു ബസ് സഫാരി ശരിക്കും വർത്തായിരുന്നു. കാരണം കുറഞ്ഞ ചിലവിൽ നമുക്ക് കാടിനെ വളരെയധികം അടുത്തറിയാനായിട്ട് ഈ ഒരു യാത്രയിലൂടെ സാധിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ സഫാരി സമയം ഏകദേശം തീരാൻ പോവുകയാണ്. അപ്പോഴാണ് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് ആ ഒരു കാഴ്ച വരുന്നത്. കാട്ടിൽ തന്നെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള വേട്ടക്കാരാണ് ഇന്ത്യൻ വൈൽഡ് ഡോഗ്സ് എന്നറിയപ്പെടുന്ന കാട്ടുനായ്ക്കൾ, അല്ലെങ്കിൽ ധോൾ എന്നൊക്കെ ഇവരെ വിളിക്കാറുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഹണ്ടിന് മുന്നേ ഉള്ള സീനാന്ന് തോന്നുന്നു കേട്ടോ. കാരണം കാട്ടുനായ്ക്കൾ എപ്പോഴും കൂട്ടായിട്ടാണ് വേട്ടയാടുന്നത്.
ഇപ്പോൾ ഒരു മാനിനെയോ കാട്ടിനെയൊക്കെ വളയാൻ വേണ്ടിയിട്ട് അവർ ഒരേ വേഗതയിൽ തന്ത്രപരമായിട്ട് ഓടുന്നത് കാട്ടിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇവ ഓടുമ്പോൾ പരസ്പരം വിസിലടിക്കുന്നത് പോലെയുള്ള ഒരു വിസിലിംഗ് സൗണ്ട് പുറപ്പെടുവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വിസിലിംഗ് ഹണ്ടേഴ്സ് എന്നും വിളിക്കാറുണ്ട്. കാര്യം കുറച്ചു നേരമാണ് അവരുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും അത് തികച്ചും നമുക്കൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനൊരു കൂട്ടത്തിൽ സാധാരണയായിട്ട് 5 മുതൽ 15 വരെ വൈൽഡ് ഡോഗ്സ് ഉണ്ടാവുമെന്നാണ് പറയുക. ശരിക്കും കടുവേനെ പോലും നേരിടാൻ ധൈര്യമുള്ള ഒരേയൊരു ജീവി ഇവരാണ്. അപ്പോൾ ഈ ഒരു കൊച്ചു സഫാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും കമൻസിലൂടെ നമ്മളെ ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.